ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ ജോലിക്കിടയിൽ ഒരു കാഴ്ച കണ്ടു. അതായത് ഗ്രൗണ്ടിലെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്. അവിടെ ഒന്നിറങ്ങി പന്ത് തട്ടിയാലോ എന്ന് അവരിൽ കുറച്ചു പേർക്കൊരു ആഗ്രഹമുണ്ടായി. എന്നാൽ പിന്നെ അതങ്ങ് നടത്തിക്കാം. അവരെല്ലാവരും കൂടി അങ്ങ് ഇറങ്ങി. ഒരു തമാശയ്ക്കൊക്കെ അങ്ങ് ചോദിച്ചതാണെങ്കിലും പന്ത് തട്ടുകയായിരുന്നു. അവരെല്ലാവരും കൂടി അങ്ങ് ഇറങ്ങി. ചെറുതായിട്ടൊന്നുമല്ല, ആഗ്രഹം ചെറുതായിട്ടൊന്നും സാധിച്ചെടുക്കുന്നതൊന്നുമല്ല, സീരിയസ് ആയിട്ട് മെയ് അനങ്ങി ഫുട്ബോൾ ആസ്വദിച്ച് കളിച്ചു അവരെല്ലാവരും. ആ ദൃശ്യങ്ങളിൽ കാണാം അവരുടെ സന്തോഷം. അരുൺ അമൃതനാഥ് നമ്മുടെ കൂടെയുണ്ട്. അരുണെ, നല്ല രസമുണ്ട് അത് കാണാൻ. സീരിയസ് ആയിട്ട് പന്ത് തട്ടുകയായിരുന്നില്ലേ? ചെറിയ ആഗ്രഹമാണ് എന്നൊക്കെ പലരും പറയായിരിക്കും. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി നോക്കൂ, അവര് പന്ത് തട്ടുന്നുണ്ട്, അതിനിടയിൽ വീഴുന്നുണ്ട്, തള്ളി മാറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് ഗോൾ നേടുന്നൊക്കെയുള്ള ആവേശമൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. പലരും പറയും ചെറിയ ആഗ്രഹം ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന്. നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പറയാറുണ്ട്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആഗ്രഹം അങ്ങ് സാധിച്ച എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ സന്തോഷമായിരിക്കും എന്നല്ലേ? അതെ പൂജ, മനസ്സിനൊരു സുഖമുള്ള കാഴ്ച. അവർക്കാണെങ്കിലും ആ ഒരു നിർവൃതി അത് കാണുമ്പോൾ നമുക്ക് അതിലേറെ മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന കാഴ്ച തന്നെയാണ്. ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് മുഹബത്ത്. ഫുട്ബോളുമായി എന്ത് പറയുകയാണെങ്കിലും ഞാൻ എപ്പോഴും കഴിഞ്ഞ തത്സമയ റിപ്പോർട്ടിലൊക്കെ ഞാൻ പറഞ്ഞു, മലപ്പുറത്തിന് ഒരു മുഹബത്താണ്. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ അത് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചേച്ചിമാരൊക്കെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ഇവർ രാവിലെ ഇങ്ങനെ ശുചീകരണ പ്രവൃത്തിയുമായി ഇറങ്ങിയതാണ്. അപ്പോഴാണ് തൊട്ടടുത്ത ഗ്രൗണ്ടിൽ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് കാണുന്നത്. അപ്പോൾ അവർക്ക് അവരോടൊപ്പം കളിക്കണമെന്ന് തോന്നി. അതിന് അവിടെ ഉള്ളവരെല്ലാവരും പൂർണ്ണ പിന്തുണയാണ് നൽകി. അങ്ങോട്ട് ഇറങ്ങുകയാണ് ഗ്രൗണ്ടിലേക്ക്. ഒന്നും എല്ലാം മറന്നുകൊണ്ട് ആസ്വദിച്ച് വന്നിട്ട് വീഴുന്നുണ്ട്. അവിടെ അയ്യോ വീണോന്നുള്ള ആഗ്രഹമൊന്നുമില്ല. വീണ അടുത്ത മൊമെന്റിൽ ചാടി എണീക്കുന്ന ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് അതിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത്. അവർ ഈ മലപ്പുറമാണ് കാലാകാലങ്ങളായി അവരുടെ മക്കളായിക്കോട്ടെ, അവർ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ കളിക്കാൻ പോകുന്നത്, പുലർച്ചയ്ക്കൊക്കെ ഇരുന്ന് കളി കാണുന്നത്. ഫുട്ബോൾ അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് കണ്ടും കേട്ടുമുള്ള അറിവ് എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് അവർക്കുണ്ട്. അത് തന്നെയാണ് ആ ഫുട്ബോളിനോടുള്ള ഒരു ത്വര അവർക്ക് വരാനുണ്ടായിരുന്ന കാരണമെന്ന് യാതൊരു സംശയവുമില്ല. മലപ്പുറമാണ്, ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും രസകരമായ, മനസ്സിന് സുഖം നൽകുന്ന ഒരു അനുഭൂതി തന്നെയായി. എന്തായാലും അത് കണ്ടപ്പോൾ തന്നെ ഒരു ചിരിയാണ്. എനിക്ക് വാട്സാപ്പിൽ ആ ദൃശ്യം അയച്ചു തന്നപ്പോൾ ആദ്യം ഒരു കണ്ടപ്പോൾ തന്നെ ഞാനൊരു ചിരിയോടെയാണ് അത് ഉള്ളിന്ന് വന്നതാണ് ആ ചിരി. അതോടെ മാത്രമേ നമുക്ക് അങ്ങനെ കണ്ട് പൂർത്തീകരിക്കാനാവുള്ളൂ. അപ്പോൾ ഈ പന്താണ്, അതിങ്ങനെ വിശാലമാണ്, കാൽപന്ത് വൃത്താകൃതിയോളം വിശാലമാണ്. അതിങ്ങനെ ഉരുണ്ടുകൊണ്ടേ ഇരിക്കട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ ഇനിയും ഈ മുഹബത്തുള്ള ഫുട്ബോൾ കഥകൾ ഇനിയും കിട്ടട്ടെ ഈ തത്സമയ റിപ്പോർട്ടിൽ തന്നെ അവതരിപ്പിക്കാൻ എന്നുള്ളത് തന്നെയാണ് പൂജ. തീർച്ചയായും വരണം. അതിൽ അരുണെ, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ആ ചുറ്റും നിന്നവർ അവരെങ്ങനെയാണ് ആ ചേച്ചിമാരെ പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ളതാണ്. അടിക്കി പന്തൊക്കെ തട്ടുന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ ആരൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ അവർക്ക് ചുറ്റും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. ചേച്ചിമാരൊക്കെ അടിച്ചു പൊളിക്കട്ടെ അല്ലേ? ശരി അരുണെ.